കോഴിക്കോട് കുന്നമംഗലം ചൂലാംവയലിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ പതിമംഗലം സ്വദേശി PK ബുജൈർ റിമാൻഡിൽ. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ സഹോദരനാണ് ബുജൈർ. സഹോദരൻ തെറ്റുകാരനാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷ കിട്ടണമെന്നാണ് കുടുംബത്തിന്റെ നിലപാടെന്ന് PK ഫിറോസ് പറഞ്ഞു. ലഹരി ഇടപാട് വിവരത്തെ തുടർന്നുള്ള പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖത്തടിച്ചെന്നും പിടിച്ചു തള്ളിയെന്നുമാണ് PK ബുജൈറിനെതിരെയുള്ള കേസ്. ബുജൈറിൽ നിന്ന് ലഹരി വസ്തുക്കൾ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ലഹരി ഉപയോഗത്തിനുള്ള സാമഗ്രികൾ പിടികൂടിയെന്ന് പോലീസ് വ്യക്തമാക്കി. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് പിടിയിലായ റിയാസ് എന്നയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബുജൈറിനെ പോലീസ് പരിശോധിച്ചത്. റിയാസ് CPM പ്രവർത്തകനാണെന്നും റിയാസിന് ജാമ്യത്തിലിറക്കാൻ CPM പ്രാദേശിക നേതാക്കൾ സ്റ്റേഷനിൽ പോയെന്നും PK ബുജൈറിന്റെ സഹോദരൻ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ആരോപിച്ചു. CPM പ്രവർത്തകനായ റിയാസ് തൊടുകയിലാണ് ലഹരി ഇടപാട് നടത്തിയതെന്ന് പോലീസ് പറയുന്നു. അദ്ദേഹത്തെ വിട്ടയക്കാൻ ആരൊക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നത്? CPMന്റെ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ മുതലുള്ള നേതാക്കന്മാരാണ് അദ്ദേഹത്തെ സ്റ്റേഷനിൽ നിറക്കിക്കൊണ്ടുപോകുന്നത്. തന്റെ സഹോദരന് വേണ്ടി ഒരിടപെടലും നടത്തില്ലെന്നും കുറ്റം ചെയ്താൽ ശിക്ഷ ലഭിക്കണമെന്നും PK ഫിറോസ് പറഞ്ഞു. പോലീസിന്റെ അന്വേഷണം നടത്തട്ടെ, നിഷ്പക്ഷമായ അന്വേഷണം നടത്തട്ടെ. ഏതെങ്കിലും നിലക്ക് തെറ്റായ ഒരു പ്രവൃത്തി എൻ്റെ സഹോദരൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മാതൃകാപരമായ ശിക്ഷ കിട്ടുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന വ്യക്തി ഞാൻ കൂടിയായിരിക്കും. കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ PK ബുജൈറിനെ റിമാൻഡ് ചെയ്തു. കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെ CPOയെ ആക്രമിച്ച കേസിലാണ് കോടതി നടപടി. മീഡിയ 1 കോഴിക്കോട്.